Hello students, welcome back to Indian Writings in English. Here we have the story Laburnum for My Head written by Tamsula Au. Now we have to revise what we have studied in the last class. Lendina, with the help of Babu, plants the laburnum saplings in the cemetery. Babu updates the details of the growth of the plants. In the winter, her health declined. Everyone thought she was going to die, but she survived it and became more energetic. In the next year, Babu saw that one of the laburnum plants has yellow blossoms in it. Babu was happy and afraid at the same time. He felt that the news will make her conclude that it was the time for her to die. ആക്ച്വലി എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചത്? ബാബു ലാബേണം സാപ്ലിങ്സ് സെമെട്രിയിൽ നട്ട് വളർത്താൻ തുടങ്ങി. ബാബു അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മാറ്റങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ലെൻഡീനൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അവളുടെ ഹെൽത്ത് വിൻ്ററായ സമയത്ത് ഏകദേശം ഡിക്ലൈനായി, എല്ലാം കൊണ്ടും പരാജയപ്പെട്ടു, അസുഖം ബാധിച്ചു, കോൾഡ് വന്നു. അങ്ങനെ എല്ലാവരും വിചാരിച്ചു ഈ വിൻ്റർ ഒരിക്കലും അവർ മറികടക്കില്ല എന്ന് വിചാരിച്ചു, മരിക്കുമെന്ന് തന്നെ വിചാരിച്ചു. ബട്ട് ഷീ സർവൈവ്ഡ് ഇറ്റ് ആൻഡ് ബിക്കെയിം മോർ എനർജറ്റിക്. അങ്ങനെ അവൾ എന്ത് ചെയ്തു? സർവൈവായി ഒന്നും കൂടി ഉഷാറായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇൻ ദി നെക്സ്റ്റ് ഇയർ, അങ്ങനെ അടുത്ത വർഷം ബാബു അവിടെ കുഴിച്ചിട്ട ലാബേണം പ്ലാന്റ്സിൽ ഒന്ന് നശിച്ചു പോയി, പക്ഷെ ഒന്ന് നന്നായിട്ട് പൂക്കാൻ തുടങ്ങി അല്ലേ. ബാബുവിന് വളരെയധികം സന്തോഷമായി. പക്ഷേ ഇത് നമ്മുടെ ലെൻഡീനൻ്റെ അടുത്ത് പറയാൻ ഇഷ്ടമുണ്ട്, അറ്റ് ദ സെയിം ടൈം ഭയമുണ്ട്. എന്തിനാണ്? ബാബു വാസ് ഹാപ്പി ആൻഡ് അഫ്രൈഡ് അറ്റ് ദ സെയിം ടൈം ബിക്കോസ് ഹി ഫെൽറ്റ് ദാറ്റ് ദ ന്യൂസ് വിൽ മേക്ക് ഹർ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് വാസ് ദ ടൈം ഫോർ ഹർ ഡൈ. മേ ബി നമ്മുടെ ലെൻഡീന വിചാരിക്കും ഈ ലാബേണം പൂത്ത് കഴിഞ്ഞാൽ അതാണ് എൻ്റെ മരിക്കാനുള്ള സമയം എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ബട്ട് ഫോർ ഓൾ ഹിസ് അപ്രിഹെൻഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ബാബു ന്യൂ ദാറ്റ് ഹി കുഡ് നോട്ട് ഹോൾഡ് ബാക്ക് ദ ഫോഴ്സ് ഓഫ് നേച്ചർ ദാറ്റ് ഹാഡ് അക്കംപ്ലിഷ്ഡ് ദ സ്മോൾ മിറാക്കിൾ ഓഫ് ദ ഫസ്റ്റ് ഷോയിങ് ദാറ്റ് മേ. ബൈ നെക്സ്റ്റ് ഇയർ ദ ബുഷ് വുഡ് ബി ടാളർ and the flowers more plentiful. It would become visible to all who passed by the lonely road to the new cemetery. നോക്കൂ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് എല്ലാ അപ്രിഹെൻഷൻ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇതും മറികടന്നിട്ട് ബാബു ന്യൂ ദാറ്റ് ഹി കുഡ് നോട്ട് ഹോൾഡ് ബാക്ക് ടു ദ ഫോഴ്സ് ഓഫ് നേച്ചർ ദാറ്റ് ഹാഡ് അക്കംപ്ലിഷ്ഡ് എ സ്മോൾ മിറാക്കിൾ ഓഫ് ദി ഫസ്റ്റ് ഷോയിങ് ദാറ്റ് മേ. ആ മേയിൽ ആ ഫസ്റ്റ് മിറാക്കിൾ കാണുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ബാബു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മേയിൽ അത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ബൈ നെക്സ്റ്റ് ഇയർ ദ ബുഷ് വുഡ് ബി ടോളർ ആൻഡ് ഫ്ലവേഴ്സ് മോർ പ്ലെൻറ്റിഫുൾ. അങ്ങനെ അടുത്ത മേയുമായി ഫ്ലവേഴ്സ് ഒന്നും കൂടി ഉഷാറാവാൻ തുടങ്ങി, ഒന്നും കൂടി അധികം ഉണ്ടാവാൻ തുടങ്ങി. ഇറ്റ് വുഡ് ബിക്കം വിസിബിൾ ടു ഓൾ ഹൂ പാസ്ഡ് ബൈ ദാറ്റ് ലോൺലി റോഡ് ടു ദ ന്യൂ സെമെട്രി. ഇപ്പോൾ ലെൻഡീന വാങ്ങിയ സ്ഥലം നമ്മൾ ടൗൺ കമ്മിറ്റിക്കോ കൊടുത്തില്ലേ, ആ സ്ഥലത്തൂടെ റോഡുണ്ട്. ആ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കാൻ തുടങ്ങി ഇതിലുള്ള ഫ്ലവേഴ്സ് അല്ലേ. ആദ്യം ചെറിയ മരത്തിൽ ഫ്ലവേഴ്സ് ആളുകൾ കാണാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു, പിന്നെ അത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വളർന്നു. He had to tell his mistress about this, but when he thought about it for many nights and finally decided that the best time would be the next season's flowering and hoped that she would be alive to hear the good news from him. അങ്ങനെ ആക്ച്വലി ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെൻഡീന. പക്ഷേ ഇത് ഉണ്ടാവുന്ന സമയത്ത് അവളുടെ മരണസമയം കൂടി ആവുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ബാബുവിനുണ്ട്. അങ്ങനെ ഇതിപ്പോൾ എങ്ങനെ പറയും, എപ്പം പറയും മിസ്ട്രസിൻ്റെ അടുത്ത്? ഹി തോട്ട് അബൌട്ട് ഫോർ മെനി നൈറ്റ്സ് ആൻഡ് ഫൈനലി പല രാത്രികളും ചിന്തിച്ചു, എന്നിട്ട് അവസാനം തീരുമാനിച്ചു ദ ബെസ്റ്റ് ടൈം വുഡ് ബി ദ നെക്സ്റ്റ് സീസൺസ് ഫ്ലവറിങ് ആൻഡ് ഹോപ്പ്ഡ് ദാറ്റ് ഷി വുഡ് ബി അലൈവ് ടു ഹിയർ ദ ന്യൂസ് ഫോർ ഹിം. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചു അടുത്ത വർഷം സീസണിൽ പൂക്കുന്ന സമയത്ത് പറയാം, പക്ഷേ ഈ ഗുഡ് ന്യൂസ് പറയുന്ന സമയത്ത് അവൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ബാബു ആഗ്രഹിച്ചു. ഇഫ് ലെൻഡിന നൗ തോട്ട് ഓഫ് ഹിം ആസ് ഹർ ഫ്രണ്ട്, ബാബു വാസ് ഓൾസോ ബിഗിനിങ് ടു റീഅസസ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ ടിൽ ദ ടൈം ഓഫ് ഹർ ഹസ്ബൻഡ്സ് ഡെത്ത്. ദോ
ഷീ ഹാഡ് ട്രീറ്റഡ് ബാബു വിത്ത് സിവിലിറ്റി ആൻഡ് കൈൻഡ്നെസ്. ഹസ്ബൻഡ് അവൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടെ അടുത്തൂലേ, ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക്, സെർവൻ്റ് ആയാലും ഒരു അധികമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നു. അവളുടെ ഹസ്ബൻഡ് മരിക്കുന്ന സമയത്തും ഒരു കൈൻഡ്നെസ്സോട്, സിവിലിറ്റി എന്ന കൈൻഡ്നെസ്, ദയോട് കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ഷീ ഹാഡ് ഓൾവേസ് മെയിൻറ്റെയിൻ ഡിസ്ക്രീറ്റ് ഡിസ്റ്റൻസ് ആസ് ബിഫിറ്റിംഗ് ദ മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ്. ലെൻറ്റീന എല്ലാ സമയവും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ദൂരം, അതിൻ്റെ അകൽച്ച ട്രീറ്റ് ചെയ്തു. മീൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ. ആവശ്യത്തിനുണ്ടെന്നാലോ വേണ്ടാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല. She had always maintained a discreet distance as befitting a master servant. ആ ഒരു മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് അവരെപ്പോഴും കീപ്പ് ചെയ്തു. ബട്ട് ഷീ ഗ്രാജുവലി ബ്രോക്ക് ഡൗൺ ദ ബാരിയേഴ്സ് ബൈ ഷോയിങ് ഹർ ഡിപ്പെൻഡൻസ് ഓൺ ഹിം. പക്ഷേ അവൾ പല സമയത്തും ആ ബാരിയേഴ്സ് അവനിലധികം ഡിപ്പെൻഡൻസ് കാണാൻ തുടങ്ങി. ഫസ്റ്റ് ബൈ ഓൺലി എക്സ്ട്രാക്ടിങ് ഡ്യൂട്ടിഫുൾ സർവീസ്, ദെൻ ഇംപെർസെപ്റ്റിബിളി ആസ് എ ഫ്രണ്ട്, ആസ് ഫൈനലി എ കോൺഫിഡൻറ്റ്. എങ്ങനെയാണ് ആദ്യത്തിലൊക്കെ ഒരു ഡ്യൂട്ടിഫുൾ സർവീസ് നടക്കുന്നല്ലേ, സർവൻ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് റിലേഷൻഷിപ്പ്. പിന്നീട് അതെന്താണ്, ഒരു പർട്ടിക്കുലർ ഫ്രണ്ടിലെ, ഇംപെർസെപ്റ്റിബിൾ മീൻസ് പെർട്ടിക്കുലർ, ഒരു ഫ്രണ്ട് എന്ന നിലയിലായി. കാരണം ആ ഒരു പ്ലോട്ട് എടുക്കുന്ന കാര്യമൊക്കെ ബാബുവിൻ്റെ അടുത്ത് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ പിന്നീട് ഫൈനലി അതൊരു കോൺഫിഡൻറ്റ്, ഒന്നും കൂടെ അടുത്ത റിലേഷൻഷിപ്പായി മാറി. ഔട്ട്വാർഡ്ലി ദ പ്രോട്ടോകോൾ ഡിമാൻഡഡ് ബൈ ദെയർ പൊസിഷൻസ് വാസ് നെവർ ബ്രീച്ച്ഡ് ഓർ ആൾട്ടേർഡ്. ഒരിക്കലും അവർ ആ പ്രോട്ടോകോൾ ലംഘിക്കാതുള്ള റിലേഷൻ ആയിരുന്നു. അതൊരു എന്താണ്, ഡീസൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു ലെൻറ്റിനയും ബാബുവും തമ്മിലുണ്ടായിരുന്നത്. ലെൻറ്റിന റിലൈഡ് ഓൺ ദ ഓൾഡ് ഡ്രൈവർ ഫോർ തിങ്സ് ഷീ വാണ്ടഡ് ഡൺ, ആൻഡ് സർപ്രൈസിംഗ്ലി ദിസ് വാസ് ആക്സെപ്റ്റഡ് ബൈ ഹർ സൺസ് ആൻഡ് ദർ വൈഫ്സ്. അങ്ങനെ ലെൻറ്റിനക്ക് ആ ഓൾഡ് ഡ്രൈവറോടുള്ള എല്ലാ കാര്യത്തിനും ആ ബാബു വേണമെന്നുള്ളതായി. ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അവളുടെ മക്കളെയും മരുമക്കളെയും. ഇറ്റ് റിലീവ്ഡ് ദം ഫ്രം ഓണറസ് ഡ്യൂട്ടി ഓഫ് ബീയിങ് ഓൺ കാൾ ഫോർ ദർ ഫ്രെയിൽ ആൻഡ് ഏജ്ഡ് മദർ. ഇങ്ങനെയുള്ള ഈ ബാബു എല്ലാത്തിനും ഉണ്ടായത് കൊണ്ട് ഒരു കോള് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ കൊണ്ട് മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇവളെ കൊണ്ട്. കാരണം ഒരു ഓണറസ് മീൻസ് ഡിഫിക്കൽട്ട്, അമ്മനെ കൊണ്ടൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പണി മക്കൾക്കോ മരുമക്കൾക്കോ ഉണ്ടായിരുന്നില്ല. കാരണം എന്തോതാണ്, ബാബു ഒരു ഡ്യൂട്ടിഫുൾ സർവൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു എന്താണ്, ഓൺ കോൾ ഫോർ ദെയർ ഫ്രെയിൽ ആൻഡ് ഏജ്ഡ് മദർ അല്ലേ, ഏജ്ഡ് മദറിൻ്റെ അടുത്തുനിന്ന് ഒരു കോള് പോലും ഏൽക്കേണ്ടി വന്നിട്ടില്ല. A strong-willed woman and her faithful servant were thus drawn into an unusual bond of common humanity. ആക്ച്വലി എന്താണ്, ഒരു നല്ല സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരു വുമണും നല്ല ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റിയൊരു സെർവൻറ്റും തമ്മിലുള്ള അൺയൂഷ്വൽ ബോണ്ടായിരുന്നു ഇവർ തമ്മിലുള്ളത്. കോമൺ ഹ്യൂമാനിറ്റി അല്ലേ, കോമൺ ഹ്യൂമാനിറ്റിക്ക് ഉണ്ടാവാവുന്ന അസാധാരണമായ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. എന്താണ് ആ ബന്ധത്തിൻ്റെ പ്രത്യേകത? വിശ്വസ്തതയും ലോയാലിറ്റിയും അല്ലേ, അനുസരണയുമാണ് ആ ബാബുവും ലെൻറ്റിനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പെക്യു. ഇതെപ്പോഴും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാബു ആൻഡ് ലെൻറ്റിന എന്താണ്, ഡ്യൂട്ടിഫുള്ളാണ്, ട്രസ്റ്റ്ഫുള്ളാണ്, ലോയലാണ്, ആ രീതിയിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പായിരുന്നു നമ്മുടെ ബാബുവും ലെൻറ്റിനയും തമ്മിൽ ഉണ്ടായിരുന്നത്. അതൊരു അൺയൂഷ്വൽ ബോണ്ട് ഓഫ് കോമൺ ഹ്യൂമാനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കൊന്നും കൂടെ നോക്കാം. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് തോട്ടത്തിൽ സംഭവിക്കണമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. Babu is confused about informing Lentina about the laburnum flowers in bloom. അല്ലേ, ലാബേണം ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്തപ്പം ബാബുവിന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വന്നു, എങ്ങനെ ലെൻറ്റീനനെ ഇത് അറിയിക്കുന്നുള്ളത് അല്ലേ. ഫൈനലി ഹി ഡിസൈഡഡ് ടു ബ്രേക്ക് ദ ന്യൂസ് ഇൻ ദ നെക്സ്റ്റ് ഫ്ലവറിങ് സീസൺ. അങ്ങനെ എപ്പം പറയാമെന്ന് നാം വിചാരിച്ചത്? ഫൈനലി ബാബു ഡിസൈഡഡ് അല്ലേ, ബാബു തീരുമാനിച്ചു ടു ബ്രേക്ക് ദ ന്യൂസ് ഇൻ ദ നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് ഫ്ലവറിങ് സീസണിൽ ഇത് പറയാമെന്നാണ് വിചാരിച്ചത്. ബാബു വാസ് റിയലി ഹാപ്പി അബൌട്ട് ലെൻറ്റിനാസ് ട്രസ്റ്റ്.
ബാബു ആക്ച്വലി ഹാപ്പി ആയിരുന്നു. ലെൻഡിനാസ് ട്രസ്റ്റ് ഇൻ ഹിം. വെൻ ഹർ ഹസ്ബൻഡ് വാസ് അലൈവ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാബു ആൻഡ് ലെൻഡിന വാസ് ദാറ്റ് ഓഫ് മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. ആക്ച്വലി നമ്മുടെ ലെൻഡിനയുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന സമയത്ത് സൈലൻ്റ് റിലേഷൻഷിപ്പ് സെർവൻറ്റ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പേ ആകുമായിരുന്നുള്ളൂ. ലേറ്റർ ദാറ്റ് ബാരിയർ ബ്രോക്ക് ഡൗൺ. ഷീ ഡിപ്പെൻഡഡ് ഓൺ ഹിം ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ ഫോർ ഹർ. അല്ലേ, ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് നമ്മുടെ ലെൻറ്റീനക്ക് കാര്യങ്ങൾ പറയാനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ബാബു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഡിപ്പെൻഡഡ് ആയി ബാബുവിൽ, അല്ലേ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ്. ഓക്കെ, ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഫോർ ഹർ. എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ആര് വേണ്ടിയിരുന്നു? ലെൻറ്റീനക്ക് നമ്മുടെ ബാബു വേണ്ടിയിരുന്നു. ദെൻ ഫൈനലി ഫോർ ഹർ ഹി ബിക്കേം എ വെരി ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. സ്ലോലി ഹർ സൺസ് ആൻഡ് ദെയർ വൈഫ്സ് ഓൾസോ അക്സെപ്റ്റഡ് ഇറ്റ്. നല്ല ലോയലായിട്ടുള്ള ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടായി മാറി ലെൻറ്റീനക്ക് സെർവൻ്റ് ആയിട്ടുള്ള ബാബു, ഡ്രൈവറായിട്ടുള്ള ബാബു. അവസാനം ഇത് മക്കളും മരുമക്കളും എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ആൻ അൺയൂഷ്വൽ ബോണ്ട് ഓഫ് കോമൺ ഹ്യൂമാനിറ്റി ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. അല്ലേ, ഇതൊരു അൺയൂഷ്വൽ ബോണ്ടായിരുന്നു. കോമൺ ഹ്യൂമാനിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു അൺയൂഷ്വൽ ബോണ്ട്, ഒരു പെർട്ടിക്കുലർ ബോണ്ട് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. എന്താണ് അവരുടെ ബന്ധത്തിൻ്റെ ഏറ്റവും 916 ആവാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദി ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. ബാബു വാസ് എ ഡ്യൂട്ടിഫുൾ സെർവൻറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. By the time the new year came, Lendina showed signs of fatigue brought on by old age. Her family watched her keenly all through the winter months, and she was never left alone. When March came and weather became warmer, she wanted to be taken out in the car. Her wish was first just ignored, but when she refused to eat unless she was taken out for a ride, the family decided to accede, and so a routine was established twice a week, weather permitting. Lendina would go out in the car accompanied by her maid. Lendina did not object to this arrangement and came back from these outings a much happier person. She ate well and some color returned to her pale face, but during these journeys she sat quietly without uttering a word, and even when Babu or the maid commented on something new or strange they had seen in the town, she did not respond. On return, she would head straight to her room and remain there until dinner time. ആക്ച്വലി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ വന്നു. ലെൻഡിന ഷോർട്ട് അങ്ങനെ ന്യൂ ഇയർ അടുത്ത നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ ലെൻഡിന വയസ്സായതല്ലേ, കൂടുതലായിട്ട് ഫാറ്റീഗായി, കൂടുതൽ ക്ഷീണം വന്നു അല്ലേ. അവളുടെ ഫാമിലി അവളെ കീൻ ഒബ്സർവേഷൻസ് നടത്തി. ഓരോ വിൻ്ററിലും അവർ വിചാരിക്കും ഇനി ഒരിക്കലും അവൾ ഒറ്റപ്പെടുത്തിയതുമില്ല. അവർ വിചാരിച്ചു ഈ മന്ത് സർവൈവ് ചെയ്യില്ല അല്ലേ, ഈ ഒരു വിൻ്റർ സീസൺ സർവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ചു. വെൻ മാർച്ച് കെയിം ആൻഡ് ദ വെദർ ബിക്കെയിം വാമർ ഷീ വാണ്ടഡ് ടു ബി ടേക്കൺ ഔട്ട് ഇൻ ദ കാർ. അങ്ങനെ ആ ഒരു സീസണിൽ നല്ല അസുഖമായിട്ട് പിന്നീട് അത് റെഡിയായിട്ട് വാമായിട്ട് ചൂടുകാലം വന്നപ്പോൾ ആ ഒരു മാർച്ച് മാസം വന്നപ്പോൾ അവൾ ആവശ്യപ്പെട്ടു അവൾ കാറിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹർ വിഷ് വാസ് അറ്റ് ഫസ്റ്റ് ജസ്റ്റ് ഇഗ്നോർഡ്. ആദ്യം തന്നെ പുറത്ത് പോയിട്ടാണ് കോൾഡൊക്കെ പിടിച്ചത്. അങ്ങനെ അവളുടെ ആഗ്രഹം ഫസ്റ്റ് അവർ നിരസിച്ചു. പക്ഷേ ഷീ റെഫ്യൂസ്ഡ് ടു ഈറ്റ് അൺലെസ് ഷീ വാസ് ടേക്കൺ ഔട്ട് ഫോർ എ റൈഡ്. പക്ഷേ അവൾ ഭക്ഷണം പോലും കഴിച്ചില്ല. പുറത്തൊരു റൈഡിന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് വാശി പിടിച്ചു അല്ലേ. ദ ഫാമിലി ഡിസൈഡ് ടു എക്സീഡ് മീൻസ് ആക്സെപ്റ്റ് അല്ലേ. അവരുടെ ഫാമിലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് സോ എ റൂട്ടീൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ട്വൈസ് എ വീക്ക്. പക്ഷേ ഈ ഒരു സംഗതി, ഈ ഒരു പുറത്തേക്ക് കൊണ്ടുപോകണ ആ ഒരു സംഭവം തുടർന്നു. എങ്ങനെ അത് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലേ. റൂട്ടീൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ട്വൈസ് എ വീക്ക്, 2 പ്രാവശ്യം അല്ലേ ആഴ്ചയിൽ. വെദർ പെർമിറ്റിംഗ്, അങ്ങനെ എന്താണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ. ലെൻഡിന വുഡ് ഗോ ഔട്ട് ഇൻ ദ കാർ അക്കമ്പനീഡ് ബൈ ഹർ മെയ്ഡ്. കൂടെ ഒരു മെയ്ഡും ഉണ്ടാവും അല്ലേ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പാചകക്കാരി അവരുടെ കൂടെ ഉണ്ടാവും. ലെൻഡിന ഡിഡ് നോട്ട് ഒബ്ജക്ട് ടു ദിസ് arrangement and came back from these outings much happier person.
അങ്ങനെ ഷീ എയ്റ്റ് വെൽ ആൻഡ് സം കളർ റിട്ടേൺ ടു. അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോകാൻ തുടങ്ങി, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മുഖത്തിന് നല്ല കളറൊക്കെ വന്നു, ഒന്ന് ഉഷാറായി. ബട്ട് ഡ്യൂറിങ് ദിസ് ജോൺസ് മീൻസ് സ്മാൾ ജേണി അല്ലെ, ചെറിയ ചെറിയ യാത്രയ്ക്ക് ശേഷം ഷീ സാറ്റ് ക്വയറ്റ്ലി, അവളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ടു. എന്താണ്? വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്, ഒരു വേർഡ് പോലും സംസാരിക്കാതെ. ആൻഡ് ഈവൻ വെൻ ബാബു ഓർ ദ മെയ്ഡ് കമൻറ്റഡ് ഓൺ സംതിങ് ന്യൂ ഓർ സ്ട്രേഞ്ച് ദേ ഹാഡ് സീൻ ഇൻ ദ ടൗൺ, ബാബുവും ആ വീട്ടിലുള്ള മെയ്ഡും കൂടെ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്, എന്തെങ്കിലും കമൻറ്റൊക്കെ പറയുകയാണെങ്കിൽ പോലും ലെൻറ്റിന ഡിഡ് നോട്ട് റെസ്പോണ്ടഡ്. എന്താണ് കാരണം? ഓൺ റിട്ടേൺ ഷീ വുഡ് ഹെഡ് സ്ട്രെയിറ്റ് ടു ഹർ റൂം ആൻഡ് റിമെയിൻ ദർ അണ്ടിൽ ഡിന്നർ ടൈം. അവൾ പുറത്ത് പോയി വന്നാൽ ആദ്യത്തിലൊക്കെ നല്ല സന്തോഷം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പുറത്ത് പോയി വരാൻ തുടങ്ങിയപ്പം വലിയ സന്തോഷമൊന്നുമില്ല. എന്താണ്? ഡിന്നർ ടൈം വരെ പുറത്ത് പോയി വന്നിട്ട് പിന്നെ അകത്തന്നെ അങ്ങോട്ട് കിടന്നാളും. എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് നമ്മുടെ ലെൻറ്റിനൻ്റെ ആഗ്രഹം. എന്താണ്? ലാബേണൺ ട്രീസ് നല്ല പൂത്തുലഞ്ഞു നിൽക്കണം നമ്മുടെ ലെൻറ്റീനയുടെ സിമെട്രിയിൽ അല്ലേ. അവിടെ അത് പക്ഷേ ലാബേണം, നമ്മുടെ ലെൻറ്റീന കുഴിച്ചിട്ട ലാബേണം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇപ്പോഴാണ് വളരാൻ തുടങ്ങിയത്. പുതിയ പ്ലോട്ട് വാങ്ങി അവിടെ നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളൂ. വളരൂലെന്നൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ട് അല്ലേ. പക്ഷെ അവളുടെ അതിയായ ആഗ്രഹമാണ്. പക്ഷെ റോഡിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ വെല്ലോ വണ്ടർ റോഡിലൊക്കെ നമ്മുടെ ലെൻറ്റീനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ടെൻസ്ഡ് ആവുകയാണ് പുറത്ത് പോയി വരുന്ന സമയത്ത്. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻ ദി നെക്സ്റ്റ് ഇയർ ലെൻറ്റിന ബിഗാൻ ടു ഷോ സൈൻസ് ഓഫ് ടയേർഡ്നെസ് ഡ്യൂ ടു ഓൾഡ് ഏജ്. ഓൾദോ ദ വിൻ്റർ ഷീ വാസ് ടേക്കൺ കെയർ of by the family. When the March came, she expressed the desire to be taken out for the house for a ride. The family was not happy with this, but when she refused to take food, they agreed. After that, twice a week, she was allowed to go for a ride accompanied by a maid. അങ്ങനെ പോണ സമയത്ത് അവൾക്ക് സന്തോഷമായി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് move to the next paragraph. And then another May was upon them, and everyone noticed a visible change in Lentina. She wanted to go out for more frequently, but the doctor put his foot down, and twice a week routine continued. Seeing her agitation, Babu approached her door one day and sought permission to speak. He assumed her that he was keeping close watch on the plants and that he was confident that they would bloom this season. He still did not tell her about what had happened the previous year. He promised to give her report on the days she was forced to stay indoors. But during the outings now, the first thing she wanted was to drive by the new cemetery to see if the laburnum trees were showing signs of producing flowers. She had seen other trees in the town with their gorgeous display of cascading yellow flowers. Her disappointment was acute, and after a few times she refused to go out at all. അപ്പോൾ ആക്ച്വലി ലെൻറ്റിനൻ്റെ പ്രശ്നം എന്താണ്? അവൾ ഇങ്ങനെ പുറത്ത് പോകാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു ചേഞ്ച് ലെൻറ്റീനയിൽ കാണാൻ തുടങ്ങി. അവൾക്ക് എപ്പോഴെപ്പോഴും പുറത്ത് പോകണമെന്ന് തോന്നി. പക്ഷേ ഡോക്ടർ സമ്മതിച്ചോ? ഇല്ല, ഡോക്ടർ അതിന് അനുമതി കൊടുത്തില്ല. അങ്ങനെ അവൾക്ക് അവളുടെ വെറുപ്പോട് കൂടി തന്നെ ഇങ്ങനെ ഒരു മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളുടെ വെറുപ്പ് കണ്ടിട്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞു 2 പ്രാവശ്യം തന്നെ പോയാൽ മതി, എന്നുള്ള പോക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ സീയിങ് ഹർ അജിറ്റേഷൻ, ബാബു അപ്രോച്ച്ഡ് ഹർ ഡോർ. അങ്ങനെ ബാബുവിന് എന്തോ ഒരു ടെൻഷൻ ലെൻറ്റീനൊക്കെ ഉള്ളതായിട്ട് ബാബുവിന് ഫീൽ ചെയ്യാണ്. അങ്ങനെ ബാബു സംസാരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. ബാബു ലെൻറ്റീനയും തമ്മിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പം he assured her that he was keeping a close watch on the plants and that he was confident that they would bloom this season. അങ്ങനെ ബാബു ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ലെൻറ്റീനയ്ക്ക്. എന്താണ് സന്തോഷ വാർത്ത? ബാബു ഉറപ്പ് നൽകുകയാണ് എല്ലാ ന്യൂസും പ്ലാന്റ്സിനെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് നല്ലോണം വാച്ച് ചെയ്ത് അതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് അവർ ഡീറ്റെയിൽസും നമ്മുടെ ലെൻറ്റീനയ്ക്ക് പറഞ്ഞു കൊടുക്കാം. എന്തായാലും നെക്സ്റ്റ് സീസണിൽ നമ്മുടെ ലാബേണം പൂക്കും എന്ന് തന്നെ ഉറപ്പ്
ഇപ്പോൾ ഗ്യാരണ്ടി നൽകുകയാണ്. ഹീ സ്റ്റിൽ ഡിഡ് നോട്ട് ടെൽ ഹർ അബൌട്ട് വാട്ട് ഹാഡ് ആപ്പൻഡ് ദ പ്രീവിയസ് ഇയർ. പക്ഷേ എന്താണ് ലാസ്റ്റ് ഇയറിൽ അത് ചെറുതായിട്ട് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം ആർക്കറിയില്ല? നമ്മുടെ ലെൻറ്റീനൊക്കെ അറിയില്ല അല്ലേ? നമുക്ക് ലെൻറ്റീനിൻ്റെ മനസ്സിലുണ്ടാവാം, പക്ഷേ മേ ബി ആക്ച്വലി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് പ്രത്യക്ഷത്തിൽ അറിയില്ല അല്ലേ? ഹി പ്രോമിസ് ടു ഗിവ് ഹർ റിപ്പോർട്ട്സ് ഓൺ ദ ഡേയ്സ് ഷി വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റേ ഇൻഡോർസ്. അങ്ങനെ അയാൾ പ്രോമിസ് കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ എന്താണ് ലെൻറ്റീന ഷി വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റേ ഇൻഡോർസ്. അങ്ങനെ ലെൻറ്റീനെ അകത്ത് തന്നെ നിർക്കാൻ ഫോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. ബട്ട് ഡ്യൂറിങ് ദ ഔട്ടിങ്സ് നൗ ദ ഫസ്റ്റ് തിങ് ഷി വാണ്ടഡ് വാസ് ടു ഡ്രൈവ് ദ ന്യൂ സെമെട്രി. പക്ഷേ എപ്പോഴെങ്കിലും 2 പ്രാവശ്യം പുറത്തു പോകുന്ന സമയത്ത് ലെൻറ്റീനയ്ക്ക് പോവേണ്ടത് എവിടേക്കാണ്? പുതിയ സെമെട്രിയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മേ ബി ഇത് ഫ്ലവറിങ് ആയി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മേ ബി അത് ലെൻറ്റീനൻ്റെ മരണസമയം ആവുമോ എന്നുള്ളൊരു പേടിയാണ് നമ്മുടെ ബാബുവിനുള്ളത്. ഓക്കെ, hope you understood well. To see if the laburnum trees were showing signs of producing flowers. അത് കാണാനാണ് നമ്മുടെ ലെൻറ്റീന പോകാൻ ഒരുങ്ങുന്നത് അല്ലേ? ഷീ ഹാഡ് സീൻ അതർ ട്രീസ് ഇൻ ദ ടൗൺ വിത്ത് ദെയർ ജോർജിയസ് ഡിസ്പ്ലേ ഓഫ് കാസ്കേഡിങ് ദ യെല്ലോ ഫ്ലവേഴ്സ്. അപ്പം വേറെ പുറത്ത് ഇങ്ങനെ ഒരു യാത്ര പോണ സമയത്ത് ലെൻറ്റീന കാണുന്നുണ്ട് റോഡ് സൈഡിലുള്ള ലാബേണം ഫ്ലവേഴ്സൊക്കെ പൂത്തിലഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ലെൻറ്റീന കാണുന്നുണ്ട് അല്ലേ? ഹർ ഡിസപ്പോയിൻമെൻറ്റ് വാസ് അക്യൂട്ട് ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ടൈംസ് ഷീ റെഫ്യൂസ്ഡ് ടു ഗോ ഔട്ട് അറ്റ് ആൾ. അങ്ങനെ ഭയങ്കര നിരാശയായ എന്ത് ചെയ്ത് പുറത്തേക്ക് തന്നെ വരാൻ ലെൻറ്റീന തയ്യാറായില്ല. കാരണം ഇത് കാണുന്ന സമയത്ത് വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ അതിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾക്ക് സന്തോഷം ഉണ്ടായെങ്കിലും ഷി വാസ് മോസ്റ്റ്ലി സൈലൻറ്റ് ഡ്യൂറിങ് ദിസ് റൈഡ്സ്. ഇൻ ദി മന്ത് ഓഫ് മെയ് ഹർ ഔട്ടിങ്സ് ബിക്കെയിം മോർ ഫ്രീക്വൻറ്റ്. ഷീ സീംഡ് ടു എക്സ്പെക്ട് ദാറ്റ് ദിസ് മെയ് ദ ട്രീസ് വിൽ ബി ഇൻ ഫുൾ ബ്ലൂം. അങ്ങനെ ഈ മെയിൽ എന്നെങ്കിലും അത് ഫുൾ ബ്ലൂം ആയിട്ടുണ്ടാവും എന്നാണ് ആക്ച്വലി ലെൻറ്റീന വിചാരിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്, ഹിയർ ഐ കൺക്ലൂഡ്. We will continue the remaining paragraph in the next class. Okay, thank you for watching. Thank you.